ദേവതനൂജനെ മണ്ണിൻ്റെ പുണ്യമേ കൈ. ഈ നാട്ടിൽ ഓരോരുത്തരും ഒരിക്കൽ പോലും ഈ ബാങ്കിന്റെ പടി കടന്നു വന്ന് ഇതിന്റെ ഒരു സഹായവും ഒക്കെ അനുഭവിക്കാത്തവരായ ആരും തന്നെ ഇല്ല. എസ് ജിനി അവർകളെ ഈ വേദിയിലേക്ക് ഒരുപാട് കയ്യടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് നമുക്കെല്ലാവർക്കും സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ദിവസമാണ്. ചെട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തനം തുടങ്ങിയിട്ട് 100 വർഷം പൂർത്തിയായി. 1925 ഫെബ്രുവരി 16 വടക്കേക്കര HMDP സഭവക സ്ഥലത്ത് താൽക്കാലിക കെട്ടിടത്തിൽ 800 ഒരു ചെറിയ കുടിൽ എന്നാ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു വീട്. അതിൽ നിന്ന് ഈ സഹകരണ സംഘം അതിന്ന് ഒരു ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ചടങ്ങിലാണ് നമ്മൾ നടക്കുന്നത്. നിറഞ്ഞ കൈകളിയോടെ നമുക്ക് ഈ ഉദ്ഘാടന ചടങ്ങിനെ വരവേൽക്കാം. 100 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, 100 years of legacy. ഒരുപാട് ജനങ്ങൾ നമ്മുടെ ഗ്രാമത്തിലെ ഗ്രാമനിവാസികൾക്ക് കൈത്താങ്ങായും സഹായമായും പ്രവർത്തിച്ച 100 വർഷത്തെ പാരമ്പര്യത്തിന്റെ നിറവിലാണ് നമ്മൾ ഈ ഉദ്ഘാടന ചടങ്ങിനെ സാക്ഷ്യം വഹിക്കുന്നത്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ സ്വന്തം നിയമസഭാ സ്പീക്കർ ഗ്രാമത്തിൻ്റെ ഉയർച്ചയിലും ഡെവലപ്മെൻറ്റിനും ഒക്കെ നമ്മളുടെ ഈ ബാങ്കിൻ്റെ പാരമ്പര്യത്തിനും തീർച്ചയായിട്ടും ഒരുപാട് അവകാശപ്പെടാനുണ്ട്. 2 വാക്ക് സംസാരിക്കാനും ഉദ്ഘാടന ചടങ്ങ് ഔദ്യോഗികമായി നിർവഹിക്കാനും ഷംസീർ സാറിനെ ഒരുപാട് സ്നേഹത്തോടു കൂടിയിട്ട് വെൽക്കം ചെയ്യുന്നു. പ്രസിഡന്റ് ലക്ഷ്മി അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ, MS അനിൽകുമാർ ശതാബ്ദി ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ അല്പം വിഷമവും എന്നോട് അല്പം ദേഷ്യമുണ്ടാവും. ചിലർ കളിയാക്കി, ശരിയാണ്. നിങ്ങൾ കണ്ടത് ഞാൻ തിരുവനന്തപുരത്ത് വന്ന് ഇന്നലെ രാത്രി ഗസ്റ്റ് ഹൗസിലുണ്ട്. പക്ഷെ കുറ്റം കൊണ്ട് മാത്രമല്ല, യാത്ര ചെയ്തെത്തേണ്ടതും നേരത്തെ ഉണ്ടായ പരിപാടിയുടെ വൈകലുമാണ് നിങ്ങൾക്കൊരല്പം മുഷിപ്പ് ഈ പരിപാടി ഉണ്ടാക്കാനിടയാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾ ക്ഷമിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ചെട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്കിനെ കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ചു, അധ്യക്ഷനും ഇവിടെ പരാമർശിച്ചു. കേവലം വടക്കേക്കര പഞ്ചായത്തിലെ 8 വാർഡിൽ നിൽക്കുന്നൊരു സ്ഥാപനമാണിത്. ഈ 8 വാർഡിൽ പ്രവർത്തിക്കുന്നൊരു സ്ഥാപനം, ഇത് ജനങ്ങളുടെ സ്ഥാപനമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് എന്നെ ചീത്തയും പറഞ്ഞു പോയിട്ടുണ്ടാവും. നിങ്ങളെല്ലാം നിൽക്കുന്നതുകൊണ്ടാണ്. ഇത് നിങ്ങളുടെ ബാങ്കാണ്. സഹകരണ പ്രസ്ഥാനങ്ങൾ ജനങ്ങളുടേതാണ്. അതുകൊണ്ടാണ് സഹകരണ മേഖല, നിങ്ങൾ അറിയണം, എന്തൊക്കെയായിരുന്നു പ്രചരണം ഓർമ്മയുണ്ട? ഏതോ ഒരു ബാങ്കിനകത്ത് ആരോ തട്ടിപ്പ് നടത്തി. അതിൻ്റെ മുകളിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ ആകെ മോശമാണ് എന്ന് പ്രചരിപ്പിച്ചിട്ടും ഏതാണ്ട് 24,000 കോടി രൂപ ഇത്തവണ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിനകത്ത് ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു. 1646 ബാങ്കാണ് കേരളത്തിലുള്ളത്. ഇത്രയും ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ജനങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് ഈ സ്ഥാപനം മാത്രമേ ഉള്ളൂ. ചെട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ മേഖലയെക്കുറിച്ച് പറഞ്ഞു. സ്കൂളുകൾ, കോളേജുകൾ, പിന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾ, കയർ തൊഴിലാളികൾ, ചെത്തു തൊഴിലാളികൾ, ഇവരൊക്കെയാണ് സാധാരണക്കാരുടെ ഈ പ്രസ്ഥാനം. അപ്പം ഏതെങ്കിലും തരത്തിൽ പോരായ്മകളുണ്ടായാൽ അതിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരുന്ന നാട്ടിലെ ജനങ്ങളാണ്. ഇപ്പോൾ സഹകരണ മേഖല
കേരളത്തിൻ്റെ സാമൂഹിക മാറ്റത്തിന് വലിയ പങ്ക് വഹിച്ചവരാണ്. നിങ്ങൾ ആലോചിക്കണം, കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. നിങ്ങൾക്കറിയാലോ, ആ വ്യത്യസ്തമായതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. എന്തുകൊണ്ട് കേന്ദ്രം ഫണ്ട് തരുന്നില്ല? അത് പറയും, അത് കേരളം എല്ലാം മുമ്പിലാണ്. കേരളം എല്ലാം മുമ്പിലാവാനുള്ള കാരണം സഹകരണ പ്രസ്ഥാനങ്ങളും നമ്മുടെ സഹോദരങ്ങൾ വിദേശത്ത് പോയി ഉണ്ടാക്കിയതും വിദ്യാഭ്യാസ മേഖലയിൽ നാം ഉണ്ടാക്കിയ നേട്ടമാണ്. അതിൽ സഹകരണ പ്രസ്ഥാനം നിർണായക പങ്ക് വഹിച്ചു. ഇവിടെ ഹെഡ് ഓഫീസിനെ കുറിച്ച് പരാമർശിച്ച് 100 വർഷം തികയുന്ന സ്ഥാപനമാണിത്. ഈ 100 വർഷം തികയുന്ന ഈ സ്ഥാപനം ഈ നാടിൻ്റെ സാമൂഹിക മാറ്റത്തിന് വഹിച്ച പങ്ക് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ആലോചിക്കാം, നിങ്ങൾക്ക് ലോൺ ആരാ തരിക? ലോൺ എല്ലാവർക്കും വേണ്ടേ? നിങ്ങൾ ന്യൂ ജനറേഷൻ ബാങ്കിൽ പോയ എന്താ സ്ഥിതി എന്നറിയോ? നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പോലീസോ വക്കീലോ രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ കിട്ടൂല. ഇനി നിങ്ങൾ ലോണിന് പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് പണം തരുമോ? ഇല്ല. ഓർ പറയും ഞങ്ങൾ മോൾപോട്ടേക്ക് വിട്ടിട്ടുണ്ട്. എന്ത് മോൾപോട്ട്? മോൾപോട്ട് വിട്ടാൽ പിന്നെ കീഴ്പോട്ട് വരൂല. അങ്ങനെയല്ല ഇവിടെ നിങ്ങൾ പരസ്പരം അറിയുന്നവരാ. പരസ്പരം അറിയുന്നവർ, എത്രയോ കാലമായി കാണുന്നവർ, ഇത് നിങ്ങളുടേതാണ്. അതുകൊണ്ട് ഈ സഹകരണ പ്രസ്ഥാനത്തിന് പോറലേറ്റാൽ അതിൻ്റെ ദുരിതം പേറേണ്ടി വരുന്നത് നിങ്ങളാ. ഇതിനെ സംരക്ഷിക്കേണ്ടത് നിങ്ങളാ. നിങ്ങൾക്കൊരാവശ്യം വന്നാൽ ഓടി വരാൻ പറ്റൂടെ ഈ സഹകരണ സ്ഥാപനത്തിൽ? ലോൺ തരും. ലോൺ മേടിച്ചാൽ പോരാ, തിരിച്ചു കൊടുക്കണം. ചിലപ്പോൾ എന്താ പറയുക, അത് നമ്മളതല്ലേ, തിരിച്ചടക്കേണ്ട കാര്യമില്ലല്ലോ എന്ന ചിന്ത നമ്മുടെ ചിലർക്കുണ്ട്. നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പം നിങ്ങളെ സഹായിക്കാൻ ഈ ബാങ്ക് തയ്യാറാവുന്നു. അങ്ങനെ വരുമ്പം കൃത്യമായി ഈ ബാങ്കിൽ തിരിച്ചു അടക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ ബാങ്കിൻ്റെ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി എന്തൊക്കെ തുറന്നു എന്നൊക്കെ സ്വാഗതത്തിലൂടെ പരാമർശിച്ചു. ഈ സഹകരണ ബാങ്ക് ഉൾപ്പെടെ കേരളത്തിൻ്റെ മാറ്റത്തിന് ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് നിഷേധിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ കാണണം, അതുകൊണ്ടാണ് ഇന്ന് തകർക്കാൻ ശ്രമിക്കുന്നത്. ഏതല്ലോ ചില ബാങ്കിൽ തട്ടിപ്പൊക്കെ ഉണ്ട്. സഹകരണ മേഖലക്കകത്ത് എല്ലാം പെർഫെക്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ സഹകരണ മേഖലയിൽ മാത്രമാണോ തട്ടിപ്പും വിട്ടത്? വിജയ് മല്യ പണം തട്ടിച്ചു പോയത് സഹകരണ ബാങ്കിൽ നിന്നാണ്. മേഹുൽ ചോക്സി പണം അടിച്ചു പോയത് ഏതെങ്കിലും സഹകരണ ബാങ്കിൽ നിന്നല്ലല്ലോ. അവരെക്കുറിച്ച് ആരും പറയുന്നുണ്ട്. എന്നാൽ സഹകരണ മേഖലയിലെ ചില ന്യൂനതകളെ പർവ്വതീകരിച്ച് ഇതെല്ലാം പൊളിഞ്ഞു പോന്ന എന്ന രീതിയിൽ പ്രചരണം നടത്തുന്നവർക്ക് പിന്നിൽ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയിൽ നമ്മൾ വീണുപോകരുത്. നിങ്ങൾ പണം നിക്ഷേപിക്കണം. പണം നിക്ഷേപം മാത്രം മേടിച്ചാൽ പോരാ, ലോൺ കൊടുക്കണം. നിക്ഷേപം മാത്രം മേടിച്ചെന്താ സംഭവിക്കുക? നിക്ഷേപകർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുകയും വേണം, നിങ്ങളുടെ പണം കെട്ടിക്കിടക്കുകയും ചെയ്യുക. അപ്പം നിക്ഷേപം സ്വീകരിക്കണം. മാസ് ഡ്രൈവ് ഉണ്ടാവണം. ഇതിന് ഡെപ്പോസിറ്റിന്. അതുപോലെ ലോൺ കൊടുക്കാനും തയ്യാറാവണം. ലോൺ കൊടുത്താൽ മാത്രം പോരാ, ലോൺ റീപേയ്മെൻ്റ് ഉണ്ടാവണം. ഇപ്പം ചിലർ പറയും അതിപ്പോൾ നമ്മളെ ബാങ്കല്ല, അപ്പം എന്താ തിരിച്ചടക്കേണ്ടതാണ്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ബാങ്കിന് തർക്കമില്ല, പക്ഷേ കടം എടുത്താൽ തിരിച്ചടക്കണം. അതിൽ ബാങ്ക് ജീവനക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ബാങ്ക് ജീവനക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായിട്ട് പിരിച്ചെടുത്തോളണം. ആദ്യം ടെസ്റ്റ് ചെയ്യുന്ന അറിയാം. ഒരടവ് തെറ്റിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പം നിങ്ങളുടെ ഭാഗത്ത് മിണ്ടാട്ടയില്ല. രണ്ടാമത്തെ അടവും തെറ്റിച്ച് മിണ്ടാട്ടയില്ല. മൂന്നാമത്തെ അടവും തെറ്റിച്ച് മിണ്ടാട്ടയില്ല. പിന്നെ അവൻ അടക്കൂല. അടക്കാതിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവസാനം കുടിശ്ശിക പിരിക്കാൻ കുടിശ്ശിക നിവാരണത്തിൻ്റെ ഭാഗമായി വീട്ടിൽ പോകും. കുടിശ്ശിക നിവാരണത്തിൻ്റെ ഭാഗമായി വീട്ടിൽ പോകുമ്പം ഓനോട് പറയും സ്ഥലം MLA കണ്ടാൽ മതി എന്നാണ്. നമ്മളോടൊക്കെ ആർക്കും ദേഷ്യൻ്റെ കുത്തി അങ്ങ് വിട്ടേക്കും. MLA വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റാൻ? കടം തിരിച്ചടക്കാനുള്ളത് MLA അല്ല, പടച്ചമ്പുരാൻ വിചാരിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. കടം തിരിച്ചടക്കേണ്ടതില്ല. അത് ജീവനക്കാർ ശ്രദ്ധിക്കണം. നല്ലതുപോലെ ജീവനക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായി ഈ ബാങ്കിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇവിടെ ഇപ്പോൾ ബാങ്ക് ലാഭത്തിലേക്ക് കൊണ്ടുവരണം. ലാഭത്തിലേക്ക് കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അത് ഒരു ടീം വർക്കായി മാനേജ്മെൻറ്റും ഭരണസമിതിയും ജീവനക്കാരും എല്ലാം ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ പ്രവർത്തിച്ചാൽ ഒരു സഹകരണ സ്ഥാപനവും നഷ്ടത്തു പോകില്ല. അതിന് മാനേജ്മെൻറ്റ് താല്പര്യം ഉണ്ടാവണം. ജീവനക്കാർ മാനേജ്മെൻറ്റുമായി നല്ല രീതിയിൽ പോകണം. ഇത് എൻ്റെ കൂടി ബാങ്കാണ്. ഇതിനെന്തെങ്കിലും പോറലേറ്റാൽ ഇതിൻ്റെ ഭാഗമായി നഷ്ടം സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ കൂടി ബാങ്കിനാണെന്ന് ചിന്തിക്കണം.
നിങ്ങൾ കാണേണ്ട കാര്യം സഹകരണ മേഖല വലിയ വെല്ലുവിളിയാണ്. എന്താ കാരണം? ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. റിമിറ്റൻസ്, പണം ഇങ്ങോട്ട് വരുന്നത് 21%. അത് ഇനിയും കുറയുന്ന കണക്ക് പറയുന്നത്. കാരണം എന്താ? എങ്ങോട്ടാണ് പണം വരുന്നത് വിദേശത്തു നിന്നാണ്. ഏതാ വിദേശം? ഗൾഫാണ്. മധ്യേഷ്യ, ഗൾഫിൽ നിന്നാണല്ലോ ഇങ്ങോട്ട് പണം അയക്കുന്ന മിക്കവാറും ആൾക്കാർ. എന്നാൽ ഇപ്പം എങ്ങോട്ട് ആൾ പോകുന്നത്? ഗൾഫിനേക്കാൾ കൂടുതൽ ആളുകൾ പോകുന്നിടത്തേക്കാണ്. US-ൽ, UK-യിൽ, കാനഡയിൽ, യൂറോപ്പിൽ. പോയാൽ എന്താ പ്രത്യേകത? അവിടെ ചിലരൊക്കെ പഠിക്കാൻ പോകും നല്ല കാര്യമാണ്. പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പോലെയൊന്നല്ല. അവിടെ പഠിക്കുമ്പോൾ തന്നെ ആരും ജോലിയും ചെയ്യുമ്പോൾ അവൻ്റെ വട്ടച്ചെലവ് അവിടെ നിന്ന് കഴിഞ്ഞ് കിട്ടും. വട്ടച്ചെലവ് കഴിഞ്ഞ് കിട്ടി പഠിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും? അവൻ ജോലിക്ക് അപേക്ഷിച്ചാലോ ജോലി കിട്ടും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവനിവിടുത്തെ കടവും കിട്ടും. പിന്നെന്താ ചെയ്യാൻ? പിന്നെ മെല്ലൻ അടുത്തെന്താ? നമ്മുടെ സാധാരണ ഒരു മലയാളിയുടെ രീതി എങ്ങനെയാണ്? പഠിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അടുത്തെന്താ കാര്യം? മംഗലം കഴിക്കുന്നത്. മംഗലം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു മംഗലം കഴിക്കാൻ. മംഗലം കഴിച്ചാലോ? മംഗലം കഴിച്ചാൽ സ്വാഭാവികമായിട്ട് കുട്ടി ഉണ്ടാവുമല്ലോ. നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ഈ എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ കാണേണ്ടത് നമ്മുടെ ഈ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ തിരിച്ചു വരുന്നില്ല. ഇവിടെ US-ലേക്ക്, UK-യിലേക്ക്, കാനഡയിലേക്ക്, ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു വരുന്നില്ല. കാരണം എന്താ? അവിടുത്തെ വീട് വാടകയും സ്വന്തം വീട് വാങ്ങിച്ചാൽ കമ്പയർ ചെയ്താൽ വീട്ടു വാടക കൂടുതലും സ്വന്തം വീട് വെക്കാൻ പണം കുറവാണ്. EMI ഉണ്ട്, കുറവാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ വരുമ്പം ഓനും എൻ്റെ ഭാര്യയും കൂടി തീരുമാനിക്കും നമുക്കൊരു വീട് വെക്കാം. ലോൺ വാടകയേക്കാൾ കുറവാണ്. അപ്പം അങ്ങനെ വരുമ്പം ലോൺ കുറവാകുകയും വാടക കുറയുകയും